സോ ദിസ് ഇസ് ഡേ 1. നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തെന്ന് നോക്കാം. രാവിലെ എണീറ്റു, ഡേ ഇതിൽ 500 ml വെള്ളം കുടിച്ചു. ഇത് 2 ലിറ്ററിൻ്റെയാണ്, അതിൽ 500 ml കുടിച്ചു. അവിടെ നേരെ നമ്മൾ ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ചെന്നപ്പോൾ അവിടെ ദോശയും ചമ്മന്തി ആയിരുന്നു. ദോശ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടും ചമ്മന്തി അതിൻ്റെ കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ടും ഞാൻ ഒരു ദോശ എടുത്ത് കഴിച്ചു. കാരണം സർവൈവ് ചെയ്യണ്ടേ. സോ രാവിലത്തെ കഴിഞ്ഞു. അവിടെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കൊളീഗ് മാൽക്കിമെസ്റ്റ് ബിസ്ക്കറ്റ് കൊണ്ടുവന്നു. യു ഹാവ് ടു ഈറ്റ് ഇറ്റ്. ഡയറ്റൊക്കെ നമുക്ക് നോക്കാടാ, പക്ഷേ ഒരു ബിസ്ക്കറ്റ് അല്ലേ, പക്ഷേ അതിന് നല്ല കാലറി ഉണ്ട്. ഞാൻ നാളെ ഏതോ ഒരു വീഡിയോ ഉണ്ട്, അതിൽ നല്ല സെർവിങ് കാലറി ഉണ്ടെന്നൊക്കെ പുള്ളി ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട്. അതുമല്ല ഇത് കുട്ടികൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നല്ലപോലെ സംസാരിച്ചു. ബട്ട് സ്റ്റിൽ ഡയറ്റ് എടുക്കുന്ന ഞാൻ അത് കഴിക്കാൻ പാടില്ല ഒട്ടും. ബട്ട് ഞാനത് കഴിച്ചു, ഒരു മൾക്കി മെസ്റ്റും കൂടെ കഴിച്ചു. ഓക്കെ, ദെൻ ഉച്ചയായി. ഉച്ചയ്ക്ക് ഇന്നിപ്പോൾ അവിടെ നല്ല മെനു ആയിരുന്നു. തേഴ്സ്ഡേ അല്ലേ. അവിടെ ചോറുണ്ട്, സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, അവിയലുണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, പിക്കിൾ കേട്, ഇനി എന്ത് വേണം, പായസം, അടപ്പായസം വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പിക്കിള്, പപ്പടം, പായസം, ഇത് 3 നമുക്ക് കഴിക്കാൻ പാടില്ല. പായസം ഷുഗർ കട്ട്, പപ്പടം ഫാറ്റും കേർബ്സും, അതേപോലെ പിക്കിളും ഒരിക്കലും കഴിക്കാൻ പാടില്ല. അങ്ങനെ ഇത് 3 നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് ഒരു ടേബിൾ ചോറും അതിന് പറ്റിയ സാമ്പാറും 3 തവിക്കുള്ള ചോറിൻ്റെ അവിയലെടുത്തു. എന്നിട്ട് ഒരു 2 പീസ് ചിക്കൻ റോസ്റ്റ് കൊടുത്തു. കേട് കഴിക്കുന്ന നല്ലതാണ്, സോ അതും എടുത്തു. അതായിരുന്നു ഉച്ചത്തെ ഭക്ഷണം. പായസം ഞാൻ വേണ്ടാന്ന് വെച്ചു. പപ്പടമൊക്കെ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഓരോരുത്തരിങ്ങനെ കഴിക്കണം. കഴിച്ചു പിടിച്ചിരുന്നു ഞാൻ. സോ ആഫ്റ്റർനൂൺ സാലറി ക്രെഡിറ്റഡ്. അതിനിടയ്ക്ക് ഒരാൾ ഉണ്ണിയപ്പവുമായി വന്നു. ഒന്നല്ല, ഒരുപാട് 2 പാക്കറ്റ് ഉണ്ണിയപ്പം. അത് നല്ല ഫ്രഷ് ഉണ്ണിയപ്പം കേട്ടാ. ആദ്യം ഒരെണ്ണം തന്നു, ഡയറ്റാണെന്ന് പറഞ്ഞു, അവഗണിക്കാൻ നോക്കി. അവർ പറഞ്ഞു, അവൻ്റെ എന്നെ സ്നേഹം കൊണ്ട് മൂടി. ഒരെണ്ണം ഞാൻ കഴിച്ചു. രണ്ടാമത് വീണ്ടും ഒരെണ്ണം കൂടെ നീട്ടി. ഓരോ റൗണ്ട് ഇങ്ങനെ കറങ്ങി വരൂലേ, രണ്ടാമത്തെ റൗണ്ട് വീണ്ടും തന്നു. നോ ഡയറ്റ്. എടാ എന്ത് ഡയറ്റടാ, ഒരു ഉണ്ണിയപ്പം കൂടെ അല്ലേ. ഉണ്ണിയപ്പം കഴിക്കാനേ പാടില്ല. ഉണ്ണിയപ്പം ഉണ്ടാക്കണ ഞാൻ രാവിലെ വീഡിയോ ഉണ്ട്, ഇത് കോമഡിയാണ്. രാവിലെ അതിൻ്റെ റീൽ കണ്ടേ ഉള്ളൂ. എണ്ണ എല്ലാവർക്കും അറിയാം, ഞാൻ പറയണമെന്നുള്ളൂ. ചട്ടിയിൽ എണ്ണ ഇങ്ങനെ ഒരു ഹൈറ്റിന് ഇങ്ങനെ കിടക്കും. എന്നിട്ട് അതിലോട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് മാവ് ഒഴിക്കും. ആ എണ്ണയ്ക്കകത്താണ് ഈ മാവ് ഇങ്ങനെ ബോളായിട്ട് വരുന്നത്. അപ്പൊ അത്രയും നേരം അതിൻ്റെ അകത്ത് എണ്ണ എന്തോരം കയറും. എൻ്റെ പുറത്തെ എണ്ണ. ആ ഉണ്ണിയപ്പം ഞാൻ 3 എണ്ണം കഴിച്ചേ. രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞ് 3ാമത്തെ റൗണ്ടിൽ വീണ്ടും വന്നു. എടാ ബാക്കി 2 എണ്ണേ ഉള്ളൂ, നിന്നെ കൊണ്ട് പറ്റും, വേറെ ആരെ കൊണ്ട് പറ്റും, ഞാൻ തന്നെ കഴിച്ചു. അങ്ങനെ 3 ഉണ്ണിയപ്പം കഴിച്ചു. സോ നൗ ഈവനിങ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പ്രോട്ടീൻ വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. അതുകൊണ്ടും പിന്നെ ഇന്ന് സാലറി ക്രെഡിറ്റ് ആയ ദിവസം ആയതുകൊണ്ടും ഒരു ഷവായ അങ്ങ് ഓർഡർ ചെയ്തു. സൊമാറ്റോ എടുത്ത് ഷവായ നോക്കി. ചായ ഗ്രില്ലിൽ കയറി നോക്കിയപ്പോൾ, ചായ ഗ്രില്ല് റെസ്റ്റോറൻ്റ് ആണ്, അവിടെ കയറി നോക്കിയപ്പം 200 rupees പർച്ചേസ് ചെയ്താൽ 120 ഓഫർ. അപ്പം ഞാൻ നേരെ ഷവായ് 189 പ്ലസ് ഒരു കുബൂസ് 15. സോ ടോട്ടൽ 200 സംതിങ് വന്നു. അതിൽ നിന്ന് 120 കട്ട് ചെയ്യപ്പോൾ എനിക്ക് 103 രൂപയ്ക്ക് കിട്ടി. 103 രൂപയ്ക്ക് ഷവായ് വിത്ത് 1 എക്സ്ട്രാ കുബൂസ്. എൻ്റെ കൂടെ ഒരു കുബൂസ് കിട്ടും, അല്ല ഒരു എക്സ്ട്രാ കുബൂസ്. സോ ഐ ഗോണ ഈറ്റ് ദാറ്റ്. പക്ഷേ ഇത് ഇന്നത്തേക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. നാളെ തൊട്ട് നമ്മൾ മയോണൈസ് കഴിക്കാൻ പാടില്ല, കുബൂസ് കഴിക്കാൻ പാടില്ല, ഉണ്ണിയപ്പം, മാൽഗിമെസ്റ്റ്, നോ വേ. ബട്ട് ദിസ് ഈസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഡേ റൈറ്റ്. സോ അതുകൊണ്ട് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആവും. പക്ഷെ അങ്ങോട്ട് പോകുന്നവർ നമ്മളിങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് വരും. സോ ദിസ് ഈസ് ഡേ 1. ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ ഇതിൽ വിട്ടുപോയൊരു കാര്യം പറഞ്ഞില്ല. നമ്മൾ ഇന്നത്തെ ദിവസം വർക്കൗട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി ആകെ ചെയ്യാൻ പോകുന്ന കുറേ തുണി കഴുകുന്നുണ്ട്. അതൊന്നും കഴുകുമ്പം ഒരു ഹാഫ് ആൻ അവറിൻ്റെ പണിയുണ്ട്. അപ്പം ചെറിയൊരു വർക്കൗട്ട് കിട്ടും. അല്ലാതെ ഇന്നത്തെ ദിവസം നമ്മൾ ഒന്നും ചെയ്യില്ല. പോയി ഓഫീസിൽ ഇരുന്നു, പണിയെടുത്തു, ഇരുന്നുള്ള പണിയാണ്, ഒന്നും ചെയ്തിട്ടില്ല. സോ ഫോളോ ചെയ്യണമാതിരി ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ. നിങ്ങൾ എന്തെങ്കിലും ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺസാ, ബെനിഫിറ്റ് ആവും. നമ്മൾ 80% ഡയറ്റിൽ 20% എന്താ വർക്കൗട്ടിലാണ് പ്രാധാന്യം. അപ്പം എല്ലാവരും വർക്കൗട്ടിലും കൂടെ ഫോക്കസ് ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് ഡേ അല്ലേ, വർക്കൗട്ടൊക്കെ ചെയ്യാം. നാളെയോ മറ്റന്നേ തൊട്ട് നമുക്ക് ഓടാനൊക്കെ പോകുന്നു. ഒരുപാട് പ്ലാൻസ് ഉണ്ട്. ഇതിനിടയ്ക്ക് ലീവ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ലീവിന് പോകണം, ട്രിപ്പ് പോകണം, അങ്ങനെ ഒരുപാടുണ്ട്. സോ നമ്മളെല്ലാം ഗ്രാജുവലി ഇതെല്ലാം നമ്മൾ കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരും. ഈ നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാനാണേ. നമ്മളിതെല്ലാം കൊണ്ടുവരും.
അപ്പോൾ ഇനി ഡേ 2 നമുക്ക് നോക്കാം. ബൈ.